ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമുക്ക് നാട്ടിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു ഗസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഹിയർ ഓൺവേഴ്സ് മിസ്റ്റർ ശ്രീജിത്ത് ഇവിടെ ഉണ്ടാവും ഫോർ എ ലോങ് ടൈം ഇൻ ദുബായ്. ശ്രീജിത്ത് ഞാൻ പരിചയപ്പെടുത്താം. ശ്രീജിത്ത് ആക്ച്വലി കൊച്ചി ബേസ്ഡ് ഒരു ഓണ്ടർപ്രണറാണ്. ഈസ് എ ബിസിനസ് മാൻ ഇൻ കൊച്ചി. മെയിനായിട്ട് ഫിനാൻഷ്യൽ സ്ട്രാറ്റജീസ്, അഡ്വൈസസ് ഒക്കെയുള്ള കുറേ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കംപ്ലീറ്റ് വിങ്ങാണ് മിസ്റ്റർ ശ്രീജിത്ത് ഹാൻഡിൽ ചെയ്യുന്നത്. എൻ്റെ ബിസിനസ് ഓണ്ടർപ്രണറിയൽ ലൈഫിൽ എൻ്റെ ഒരുപാട് പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്കൊരു ഗൈഡൻസ് തരാനും ഒരു ഉപദേശം തരാനൊക്കെ ആയിട്ട് ഈ ഹെൽപ്പ് മീ എലോട്ട്. എൻ്റെ ഓരോ മൈൽ സ്റ്റോണിലും നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളാണ് മിസ്റ്റർ ശ്രീജിത്ത്. സോ വെൽക്കം ശ്രീജിത്ത് ടു ദുബായ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനിപ്പം എസ്പെഷ്യലി വി റീസെൻ്റ്ലി സ്റ്റാർട്ടിങ് സം ന്യൂ എൻ്റർപ്രൈസസ് ആൾസോ ഇൻ ദുബായ്. സോ ഇപ്പം ഇന്ന് ഞാൻ ശ്രീജിത്തിനെ ഇവിടെ വെച്ച് കാണാനും നമ്മൾ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ഓണ്ടർപ്രണേഴ്സിനും നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സിനും ഓണ്ടർപ്രണേഴ്സ് അല്ലാത്ത NRIസിനും ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് ഫോർ ഹാൻഡ്ലിങ് ദ ഫൈനാൻസ്. അപ്പം ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ഹ്യൂമൻ റിസോഴ്സ് ആയാലും ശരി, അവരുടെ ഫൈനാൻസ് ആയാലും ശരി, അവരുടെ അസറ്റ് ആയാലും ശരി, എല്ലാത്തിനും ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അവർക്ക് അടുത്ത ലെവലിലേക്ക് വളരാൻ പറ്റത്തുള്ളൂ. സോ ഇന്ന് the audience and myself need some advices, some information from your side, how we can grow peacefully and grow commercial side. Sure. So I need your output for my viewers. Thank you bro. Yes. So normally ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ബീങ് ആൻ ഓണ്ടർപ്രണർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൺവേർട്ടഡ് ഇൻടു ഓണ്ടർപ്രണർ. അപ്പോൾ എനിക്കൊരു 5-10 ബിസിനസ് വേറെ ഉണ്ട് നാട്ടിൽ. സോ ജസ്റ്റ് ഗിവ് മൈ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് ഞാൻ ഫ്രം കണ്ണൂരാണ്, തലശ്ശേരിയാണ് നാട്. ഒരു നമുക്ക് കുവൈറ്റിലും ഖത്തറിലും റിയാദിലും ഇപ്പം ദുബായിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നാട്ടിൽ അത്യാവശ്യം വി ഹാവ് എ പ്രസൻസ് ഇവൻ ഒരു ഓണ്ടർപ്രണർ ലെവലിൽ. അപ്പോൾ ഞാൻ എൻ്റെ ഈ ലൈഫിൽ ഞാൻ ഈ ഓണ്ടർപ്രണർ കൂടെ ഒരുപാട് ട്രാവൽ ചെയ്ത് അപ്പം നമുക്ക് കിട്ടിയ ഒരുപാട് ഇൻസൈറ്റ്സ് ഉണ്ട്. ടെക്നിക്കലി അവരിൽ നിന്നാണ് നമ്മൾ പലതും പഠിക്കുന്നത്, ഈ ഓണ്ടർപ്രണേഴ്സിൽ നിന്ന്. അപ്പോൾ ആ പഠിച്ച ഇൻസൈറ്റ്സ് തന്നെയാണ് മറ്റുള്ള പല ഓണ്ടർപ്രണേഴ്സിനും നമ്മൾ അഡ്വൈസ് ആയിട്ടും പല കാര്യങ്ങളായിട്ടും കൊടുക്കുന്നത്. ലീഗലി എങ്ങനെ ഒരു സിസ്റ്റത്തെ നമുക്ക് ഗ്രോ ചെയ്യാം, അതാണ് ഞാൻ ഫണ്ടമെന്റലി ബിലീവ് ചെയ്യുന്നത്. അതിപ്പം ദുബായ് ആയാലും ശരി, നാട്ടിൽ ഇന്ത്യയിലായാലും ഏത് ആ സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു ഇൻകം ടാക്സ് ഉണ്ട്, GST ഉണ്ട്, VAT ഉണ്ട്, കമ്പനി ലോ ഉണ്ട്, LLP ആക്ട് ഉണ്ട്, FEMA, RBI ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പാരാമീറ്ററിൽ കൂടി ഒരു കമ്പനിയെ ലെജിറ്റിമേറ്റ് എങ്ങനെ ഗ്രോ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എനിക്ക് ജസ്റ്റ് ഒരു സിമ്പിൾ അഡ്വൈസ് എല്ലാവരോടും പറയുന്നത്, എല്ലാവരുടെയും ആവശ്യം കമ്പനി വളരുക, ഗ്രോ ചെയ്യുക. അപ്പോൾ ഗ്രോത്തിന് ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് നീഡായിട്ടുള്ള ഒരു 4 പാരാമീറ്ററാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത് ഒരു ഓണ്ടർപ്രണറിന്. ക്യാപിറ്റൽ, ഫണ്ട് വേണം ഗ്രോ ചെയ്യാൻ. അടുത്തത് നമുക്ക് റിസോഴ്സ് വേണം, എംപ്ലോയി വേണം. ഇതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് എംപ്ലോയി ആണ്. ക്യാപിറ്റൽ ഉണ്ടോ, പക്ഷെ ആളെ കിട്ടാനാണ് ബുദ്ധിമുട്ട്, റൈറ്റ് ടീമിനെ കിട്ടാനാണ് ബുദ്ധിമുട്ട്. അടുത്ത വേണ്ടത് നമുക്ക് നല്ല പ്രോസസ്സ് വേണം. അതായത് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോപ്പറായിട്ട് നമ്മളില്ലാതെ അത് കമ്പനി നടക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സ്, സ്ട്രാറ്റജി വേണം. അതെ, അതിൻ്റെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ് കൺട്രോൾ. ഈ പ്രോസസ്സ് ഉണ്ടെങ്കിലും ആ പ്രോസസ്സിനെ നമ്മൾ മാനേജ് ചെയ്യാൻ നമുക്ക് കൺട്രോൾ സിസ്റ്റം വേണം. പ്രോസസ്സും കൺട്രോളും രണ്ടാണ്. ഈ 4 പാരാമീറ്ററാണ് ഞാൻ മനസ്സിലാക്കിയ എല്ലാ ഓണ്ടർപ്രണേഴ്സിൻ്റെയും പെയിൻഫുൾ ഏരിയ. ഇത് 4 ഉണ്ട് എന്നല്ല കേട്ടോ, ഇത് 4 അവർ ലാക്ക് ചെയ്തതാണ്. ഇത് 4 ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ 4 പാരാമീറ്ററിനെയും എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു എന്താ പറയുക, ഒരു ഡോമിനേറ്റുള്ള ഒരു ഏരിയ. നമ്മൾ കൂടുതലും ആൾക്കാരിൽ ഫോക്കസ് ചെയ്യുന്നതും ഈ 4 പാരാമീറ്റർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ബിസിനസ്സും വളരും. അത് ചെറുതല്ല വലുതല്ല, എല്ലാവരും വളരും. അതാണ് അതിൻ്റെ ഒരു ബേസിക് ഫുൾഫിൽമെൻറ്റ്. അപ്പോൾ സാറ് പറഞ്ഞു ഈ ഒരു 4 കണ്ടന്റ്, ക്യാപിറ്റൽ പറഞ്ഞു, റിസോഴ്സസ് പറഞ്ഞു, പ്രോസസ്സ് പറഞ്ഞു, കൺട്രോൾ പറഞ്ഞു. എൻ്റെ അടക്കമുള്ള ആൾക്കാരുടെ വിചാരം ഇതെല്ലാം എൻ്റെ ഉണ്ടെന്നാണ്. സോ എല്ലാം എൻ്റെ 100% ഉണ്ടെങ്കിൽ ഐ റീച്ച് ദ പീക്ക്. സോ ദാറ്റ് മീൻസ് ഇതിലെവിടേക്കോ എനിക്കും അല്ലെ എന്നെ പോലുള്ള പല ഓണ്ടർപ്രണേഴ്സിന് അത് കുറച്ച് കുറവാണത്. ഹൗ ക്യാൻ വി മേക്ക് ഇറ്റ് ദ ബെസ്റ്റ്? പ്രവീൺ, ഒരു ബിസിനസ് നമ്മൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓണ്ടർപ്രണർക്ക് ഒരു ചെറിയൊരു സ്കില്ലുണ്ടാവും, കോൺഫിഡൻസ് ഉണ്ടാവും. അത് ചിലപ്പോൾ സെയിൽസിൻ്റെ സ്കില്ലായിരിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ സ്കില്ലായിരിക്കാം, അല്ലെങ്കിൽ ടെക്നിക്കൽ സ്കില്ലായിരിക്കാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റിനുള്ള കോൺഫിഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഉണ്ട്. ഇതൊക്കെ ഏതെങ്കിലും ഒരു സ്കില്ലാണ് ഒരു ബിസിനസ് ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ പോയി ഇടിച്ച് നിൽക്കും ഒരു സ്റ്റേജിൽ. അതിനുശേഷം ഗ്രോ ചെയ്യാൻ അവർക്ക് പറ്റാറില്ല. എല്ലാവരും സ്റ്റാർട്ട് ചെയ്യും, ഒരു സ്ഥലത്ത് പോയി നിൽക്കും. അതിനുശേഷം അത് മുന്നോട്ട് പോകുന്ന സമയത്ത് സ്റ്റക്ക് ആവും അവിടെ. ആ സ്റ്റക്ക് ആവുന്ന സമയത്താണ് നമുക്ക് ശരിക്കും ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ്, മീനിങ് മനസ്സിലാവുക. നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ അല്ല ശരിക്കുള്ള ക്യാപിറ്റൽ, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് അല്ല ശരിക്കുമുള്ള റിസോഴ്സ്. നമ്മൾ ഈ പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ശരിക്കുമുള്ള ഒരു ഗ്രോത്തിനുള്ള പ്രോസസ്സ് ആയിരിക്കില്ല,
നമുക്ക് വേണ്ട കൺട്രോൾ ചിലപ്പം ഈ കൺട്രോൾ. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പോൾ പ്രവീണിൻ്റെ മാക്കിൻസ് എന്ന് പറയുന്ന ഈ കമ്പനിയെ ശരിക്കും നമ്മൾ കാണേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിൻ്റെ പുറത്ത് നിന്ന് നോക്കുക ഈ കമ്പനി. ഓക്കെ, യു സീ ഫ്രം ദിസ് ഔട്ട് സൈഡ്. ഓക്കെ, അവിടെ പുറത്ത് നിന്നിട്ട് നിങ്ങളുടെ എംപ്ലോയി നിങ്ങളുടെ കമ്പനി എങ്ങനെ കാണുന്നു, നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളുടെ കമ്പനി എങ്ങനെ കാണുന്നു, പിന്നെ അവിടെ ഇൻവെസ്റ്റർ പുറത്താണല്ലോ, ആ ഇൻവെസ്റ്ററും നിങ്ങളുടെ പുറത്ത് നിന്ന് എങ്ങനെ കാണുന്നു അല്ലേ. ഇനി ഇതിൻ്റെ കൂടെ നമ്മളെ പോലത്തെ കൺസൾട്ടന്മാരും പുറത്തു നിന്ന് നോക്കുന്നത് എങ്ങനെയാണ് ഈ കമ്പനിയെ. അവിടെയാണ് നമ്മുടെ കമ്പനിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഞാനെപ്പോഴും പറയുന്ന എല്ലാ ക്ലാസ്സിലും എടുക്കുന്ന ഒരു കാര്യമാണ്, കമ്പനിയുടെ വാല്യൂനെ കുറിച്ച് ചോദിക്കാൻ രണ്ടുപേരോട് ചോദിച്ചാൽ മതി. എംപ്ലോയിനോട് ചോദിച്ചാൽ മതി, കസ്റ്റമറോട് ചോദിച്ചാൽ ഇവർ കൃത്യമായിട്ട് പറയും കമ്പനിയുടെ വാല്യൂ എന്ന്. അതേസമയത്ത് നമ്മൾ മാക്കിൻസി എന്ന് പറഞ്ഞ സാധനം പ്രവീണോട് ചോദിച്ചാൽ പ്രവീൺ അതിന് ഒരു മണിക്കൂർ അതിനെപ്പറ്റി ക്ലാസ് എടുക്കും. മാക്കിൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, പക്ഷേ ഈ രണ്ടുപേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറയും മാക്കിൻസി എന്ന് പറഞ്ഞ കമ്പനി എന്താണെന്ന്. അതെ അതെ അതെ. അപ്പോൾ നമ്മുടെ ക്യാപിറ്റലിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പനി ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലേക്ക് എത്തണമല്ലോ. ഈവൻ ഇഫ് യു നീഡ് ടു ഗ്രോ, എക്സ്പാൻഷൻ. ഒരാളെ കമ്പനി ആദ്യം തുടങ്ങുന്നത് ഒരു ഓണ്ടർപ്രണർ. ഹി ഈസ് ദ സ്റ്റാഫ്, ഹി ഈസ് ദ ഡ്രൈവർ, ഹി ഈസ് ദ എവറിത്തിങ്. ഒരാളിൽ നിന്ന് അത് 10 പേരായി, 100 പേരായി, 1000 പേരിലേക്കാണ് ഓരോ കമ്പനിയും പോകുന്നത്. അപ്പോൾ അതിനൊരു ബ്രേക്ക് ഈവൻ ആയിട്ടാണല്ലോ ഇതിങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടാവുന്നത്. പക്ഷേ ശരിക്കും ഒരു കമ്പനി ബ്രേക്ക് ഈവൻ ആയി എന്ന് ഒരു ഓണ്ടർപ്രണർ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഓക്കെ, ഈ ബ്രേക്ക് ഈവൻ എന്ന് പറയുമ്പം ട്രേഡിങ്ങിന് വേറൊരു ടൈപ്പ് ഓഫ് ബ്രേക്ക് ഈവൻ ആണ്, മാനുഫാക്ചറിങ് കമ്പനിക്ക് വേറൊരു ടൈപ്പ് ഓഫ് ബ്രേക്ക് ഈവൻ ആണ്, സർവീസ് സെക്ടറിന് വേറൊരു ടൈപ്പ് ഓഫ് ബ്രേക്ക് ഈവൻ ആണ്. ഇപ്പോൾ ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇബിറ്റ എന്ന് പറയും. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രിസിയേഷൻ, അമോർട്ടൈസേഷൻ, ഇബിറ്റ. അതെ, അപ്പോൾ അതിലാണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്ന സാധനം ഡിറൈവ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വാല്യൂ ചെയ്യുന്നത് 2-3 മെത്തേഡ് ഉണ്ട്. ഒന്ന് റവന്യൂ മൾട്ടിപ്പിൾ ഉണ്ട്, ഇബിറ്റ മൾട്ടിപ്പിൾ ഉണ്ട്, പിന്നെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് ഉണ്ട്. ആ ടോപ്പിക്കിലേക്ക് പോകണ്ട, അത് വേറെ സബ്ജക്റ്റ് ആണ്. പക്ഷെ എന്നാലും നമുക്ക് ഈ ഇബിറ്റ എന്ന് പറയുന്ന സാധനത്തിനാണ് നമുക്ക് മനസ്സിലായത്. നമ്മളൊരു ടേൺ ഓവർ ചെയ്തു, നമ്മുടെ കോസ്റ്റ് കഴിഞ്ഞു, നമുക്കൊരു പ്രോഫിറ്റ് കിട്ടി അല്ലേ. ഈ പ്രോഫിറ്റ് എത്രത്തോളം സബ്സ്റ്റാൻഷ്യൽ ആണ് ആ പ്രോഫിറ്റ്, അതാണ് ഇബിറ്റ എന്ന് പറയുന്നത്. ആർക്കൊക്കെ കൊടുക്കണം? ബിസിനസ്സിൽ 3 കച്ചവടക്കാരാണ്. ഒന്ന് ഓണ്ടർപ്രണർ, യു യുവർ സെൽഫ്. ഓക്കെ, സെക്കൻഡ് നമുക്ക് കടം തന്ന ബാങ്കുകൾ അല്ലെ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മൂന്നാമത്തെ ഒരാളും കൂടി ഉണ്ട്, ഗവൺമെന്റ്, ടാക്സ്. ഓക്കെ, ഈ 3 പാർട്ടികളാണുള്ളത് അല്ലേ. അപ്പോൾ ഇബിറ്റ എന്ന് പറയുന്നത് ഈ 3 പേരുടെയും പോർഷനാണ്. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രിസിയേഷൻ, അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത് ഒന്ന് ഓണ്ടർപ്രണർ ഇട്ട പൈസയുടെ അയാളുടെ റിക്കവറി, ബാങ്ക് തന്ന അവരുടെ റിക്കവറി, ടാക്സ് ഗവൺമെന്റിന്റെ റിക്കവറി. ഈ 3 പേർക്കും കൂടിയാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. ഇത് ഈ പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഗവൺമെന്റിനും കൊടുത്തതിന് ബാക്കിയുണ്ട് നമുക്ക് എടുക്കാം. ഇതെടുക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതൊക്കെ അവിടെയാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് വരുന്നത്. ഓക്കെ, സോ എക്സാക്ട്ലി ബ്രേക്ക് ഈവൻ, നോ ലോസ് നോ പ്രോഫിറ്റ്. അത് ഗ്രോത്തിന് വേണ്ടി പൈസ ഒന്നുമില്ല, പക്ഷെ നമ്മൾ പ്രോഫിറ്റ് ചെയ്തു. അത് ചിലപ്പോൾ ഒരു മാനുഫാക്ചറിങ് സെറ്റപ്പിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. കാര്യം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും കൂടുതൽ ആദ്യം. അപ്പോൾ അതിന്റെ റിക്കവറി ക്യാഷ് ഫ്ലോ വരും, പക്ഷെങ്കിൽ ഇബിറ്റ വരണമെങ്കിൽ ഈ പറയുന്ന ഡിപ്രിസിയേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ക്യാഷ് ഫ്ലോ വരണമെങ്കിൽ, കാരണം നമ്മുടെ ക്യാപിറ്റലിന്റെ ഇൻവെസ്റ്റ്മെന്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു 100 കോടി ഇൻവെസ്റ്റ് ചെയ്തു, അത് അടുത്ത ഒരു 5 വർഷം കൊണ്ട് അത് റിക്കവറി ആയിരിക്കണം. കാര്യം ആ ബിസിനസ്സിൽ അടുത്തൊരു 10 വർഷം കഴിഞ്ഞാൽ ഇതേ 100 കോടി ചിലപ്പോൾ ആവശ്യം പിന്നെയും വരും. You have to further infuse the capital. അതാണ് ഇറ്റ്സ് എ ക്യാപിറ്റൽ മോഡൽ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഒരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത 50 വർഷം വരെ ബിസിനസ് ചെയ്യാമെന്നല്ല. ചിലപ്പോൾ 20ാമത്തെ വർഷത്തിൽ കൂടിയും ഈ ഡിപ്രിസിയേഷൻ റിക്കവറി ആയിട്ട് നമ്മൾ റീഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ സർവീസ് സെക്ടറിൽ പോയി കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ പറയുന്നത് എന്താണോ പേറോൾ, അതിന്റെ 3 times ഷുഡ് ബി ദ റവന്യൂ. പേറോളിന്റെ 3 times ഷുഡ് ബി ദ റവന്യൂ. കാരണം 3 times എന്ന് പറഞ്ഞാൽ ഒന്ന് സാലറി കൊടുക്കണം, സെക്കൻഡ് കോമ്പോണന്റ് എന്ന് പറഞ്ഞാൽ റെന്റ്, അഡ്മിനിസ്ട്രേഷൻ, മാർക്കറ്റിംഗ്, അതൊക്കെ. ഓക്കെ, പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ചിലപ്പം ഇൻഫ്ലേഷനും ഇവരുടെ ആ വർഷത്തിന്റെ ബോണസും ഇൻക്രിമെന്റും കാര്യങ്ങളും കൊടുക്കണം അല്ലേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ അടുത്ത വർഷത്തെ ഗ്രോത്ത് നോക്കാൻ. അപ്പം ഇതൊന്നും ചെയ്തിട്ട് നമുക്ക് റവന്യൂ ഇല്ലെങ്കിൽ പ്രാക്ടിക്കലി സംതിങ് റോങ്. കസ്റ്റമർ ബ്രേക്ക് ഈവൻ അല്ല, കസ്റ്റമർ തെറ്റായിരിക്കാം, എംപ്ലോയി തെറ്റായിരിക്കാം, നമ്മുടെ സൊല്യൂഷൻ തെറ്റായിരിക്കാം. ഇതെല്ലാം പല രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പം ഞാൻ എപ്പോഴും കാണുന്ന ഒരു പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ, നമ്മളൊരിക്കലും നമ്മുടെ മോഡലിനെ ഒരിക്കലും റീവിസിറ്റ് ചെയ്യില്ല, ക്രിട്ടിസൈസ് ചെയ്യില്ല. നമ്മളാണ് പെർഫെക്റ്റ്, നമ്മൾ കൊടുക്കുന്ന ഫുഡാണ് ബെസ്റ്റ് ഫുഡ്. നമ്മുടെ ബിരിയാണി ഏറ്റവും ബെസ്റ്റ് ബിരിയാണി അല്ലേ, നമ്മുടെ സർവീസാണ് ബെസ്റ്റ് സർവീസ്. ഓക്കെ, അപ്പോൾ ഈ ആസ്പെക്ട്സ് നമ്മൾ ഒരിക്കലും മാറി ചിന്തിക്കില്ല. കാരണം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ബിസിനസ് മാറിക്കൊണ്ടിരിക്കുകയാണ്, കസ്റ്റമറിന്റെ ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കുകയാണ്, ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ടുവേർഡ്സ് എ ബ്രാൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റങ്ങളെല്ലാം കൂടി നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേണം, നമ്മളും ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കണം. എത്ര ആൾക്കാർ ഇനിയും മാറിയിട്ടില്ല ഈ ഒരു കാലഘട്ടത്തിലും
ചേഞ്ച് ഇസ് ഇമ്പോർട്ടൻറ്റ്. ചേഞ്ച് ഇസ് ഇമ്പോർട്ടൻറ്റ്. സാർ, ഇനി എൻ്റെ ഒരു സംശയവും ഒരു ചോദ്യം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ റീസെന്റ് 2-3 കമ്പനീസ്, ഇപ്പോൾ മാക്കിൻസ് ഗ്രൂപ്പ് ഇപ്പോൾ 2 വെർട്ടിക്കൽസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പം എയർ ആംബുലൻസും ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു വിഷൻ ഉണ്ട്, അടുത്തൊരു 2 വർഷത്തിനുള്ളിൽ നമ്മുടെ കമ്പനിയിൽ ഒരു $55 million അല്ലെങ്കിൽ ഒരു എമൗണ്ട് നമുക്ക് ഒരു ഫോറിൻ കമ്പനി ആയിട്ട് നമുക്ക് മെർജിങ്ങിന് വി ആർ ഹാവ് എ സ്ട്രാറ്റജി. അപ്പോൾ എങ്ങനെ നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിച്ചു പോയാൽ നമുക്ക് ആ ഒരു അച്ചീവ്മെന്റ് ചെയ്യാൻ പറ്റും? ഒരു കമ്പനി നമുക്ക് എങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർ നമ്മളുടെ സർവീസിൽ എങ്ങനെ അവർക്ക് താല്പര്യപ്പെട്ട് they will come to for an investment? ഒന്ന്. രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് ഇവിടെ വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ദുബായിലേക്ക് പല രാജ്യത്തും ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ആസ് ആൻ ഓണ്ടർപ്രണർ, ഒരു കമ്പനി റൺ ചെയ്യുന്ന ഒരാൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ? ബിക്കോസ് അതിന്റെ ഫണ്ട് ഈസ് കമ്മിങ് ഫ്രം എ ഡിഫറെന്റ് കൺട്രി. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്? രണ്ട് ടോപ്പിക്കാണ്, കംപ്ലീറ്റ് രണ്ട് ടോപ്പിക്കാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് നമ്മുടെ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് ഒരു ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ മെർജറോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റോ ആവശ്യം വരുമ്പോൾ നമുക്ക് ഇന്ന് തന്നെ അതിൻ്റെ മുകളിൽ ഗ്രൗണ്ട് ലെവലിൽ വി നീഡ് ടു വർക്ക്. അപ്പോൾ വി നീഡ് ടു വർക്ക് എന്ന് പറയുമ്പോൾ ആദ്യം ബേസിക് ലെവലിൽ നമുക്ക് നല്ലൊരു കഥ വേണം. ഇറ്റ്സ് എ സ്റ്റോറി, വെരി സ്ട്രോങ് സ്റ്റോറി. വൈ ദിസ് ബിസിനസ് അല്ലേ? നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. നാളെ ഇൻവെസ്റ്റർക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവണമെന്ന് ഉറപ്പൊന്നുമില്ല. നമ്മുടെ എക്സൈറ്റ്മെന്റും അദ്ദേഹത്തിന്റെ എക്സൈറ്റ്മെന്റും രണ്ടാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ എക്സൈറ്റ്മെന്റ് നമ്മൾ വി നീഡ് ടു പുട്ട് ഇൻ എ ബിസിനസ് പ്ലാൻ. ഒരു പ്രോപ്പർ ബിസിനസ് പ്ലാൻ വേണം. ആ ബിസിനസ് പ്ലാനിന് നല്ല ഒരു സ്റ്റോറിയിൽ ഇത് വേണം. ഓക്കെ, അപ്പോൾ അവിടെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മോഡൽ ഡെവലപ്പ് ചെയ്യുന്നത്. വി നീഡ് ടു ഡെവലപ്പ് എ ഫിനാൻഷ്യൽ മോഡൽ. അപ്പോൾ ഇത് രണ്ടും വളരെ അത്യാവശ്യം കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സാധനമാണ്, ഈ ബിസിനസ് പ്ലാനും ഫിനാൻഷ്യൽ മോഡലും. അപ്പോൾ ഞാൻ എല്ലാ ഓണ്ടർപ്രണറോടും പറയുന്ന ഒരു കാര്യമേ, ചിലവില്ലാത്ത കാര്യം കേട്ടോ, ആർക്കും പൈസ ഒന്നും കൊടുക്കാത്തൊരു ചിലവില്ലാത്തൊരു പരിപാടി, ടൈം ട്രാവൽ. യു ട്രാവൽ വിത്ത് ദ ടൈം അല്ലേ? നമുക്ക് 6 മാസം 3 മാസം കൊണ്ട് എന്താണ് ചെയ്യാൻ പ്ലാന്, 6 മാസം കൊണ്ട് എന്താണ് ചെയ്യാൻ പ്ലാന്, 9 മാസം കൊണ്ട് എന്താണ് പ്ലാന്, 1 വർഷം കൊണ്ട് എന്താണ് പ്ലാന്, കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരിക, നമ്മുടെ സിറ്റുവേഷൻസ് കൊണ്ടുവരിക, നമ്മുടെ പ്രോഡക്റ്റിനെ കൊണ്ടുവരിക, നമ്മുടെ മാർക്കറ്റിംഗ് കൊണ്ടുവരിക. ഇതെല്ലാം യു ഷുഡ് ആക്ച്വലി വിഷ്വലൈസ് ഓൾ ദോസ് തിങ്സ്. എന്നിട്ട് അതിന് യു പുട്ട് ദ മണി. ഇത് കാശ് ഇട്ടാലാണ് കാശ് കിട്ടുക അല്ലേ? അപ്പോൾ യു ഓൺലി ടു പുട്ട് ദോസ് മണി. അതാണ് ഫിനാൻഷ്യൽ മോഡൽ. അപ്പോൾ ഇതാരും ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. യു വിൽ ഓൾവേസ് പുട്ട് ആൻ എക്സൽ ഇട്ടിട്ട് വന്നിട്ട് നമ്മൾ മൾട്ടി-ബില്യണറായിട്ട് മാറും ഓവർനൈറ്റ്. നമ്മളെ ഡ്രീമാണ് അല്ലേ? ഡ്രീമിൻ്റെ കൂടെ ആരും ട്രാവൽ ചെയ്യാറ്. ആ ട്രാവൽ ചെയ്യുന്ന സമയത്ത് യു നീഡ് എ പ്രോപ്പർ കൺസൾട്ടൻറ്റ്. ഞാൻ എപ്പോഴും പറയാം, അത് നോട്ട് ലൈക്ക് മീ, എനി പേഴ്സൺ. ഓക്കെ, എനി പേഴ്സൺ യു ഷുഡ് ഹാവ് എ പേഴ്സൺ ട്രാവൽ അലോങ് വിത്ത് യു. Basically, Zisba is a consultant. We come here to give us the consultancy. അല്ല, ആ ട്രാവൽ ചെയ്യാനാണ് നമ്മളെ കൊണ്ട് ഒരു ഉപയോഗം. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഇത് നാഷണൽ ഹൈവേ ഒന്നും അല്ല ഓടിപ്പോവാൻ അല്ലേ? അതിനകത്ത് ഒരുപാട് ചാലഞ്ചസും റിസ്ക്കും നിങ്ങൾ കാണാത്ത പല റിസ്ക്കുകളും നമുക്ക് കാണിച്ചു തരാൻ പറ്റും. എന്തൊക്കെയാണ് റിസ്ക്? അപ്പോൾ ആ റിസ്കിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് നമ്മളെ സ്ട്രാറ്റജി? കാരണം ഇത് ട്രാവൽ ചെയ്ത് പോയി നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതേ ആംഗിളിലായിരിക്കും നമ്മുടെ ഇൻവെസ്റ്റർ നമ്മളോട് ചോദിക്കുന്നുണ്ടാവുക. ഇതേ ചോദ്യം നമ്മൾ ചിലപ്പോൾ ആ ചോദ്യങ്ങൾ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കില്ല. ആ ചോദ്യങ്ങൾ പ്രിപ്പയർഡ് ആകാനാണ് നമ്മൾ ഈ ബിസിനസ് പ്ലാനും ഫിനാൻഷ്യൽ മോഡൽ ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ വാല്യുവേഷൻ. ഇതാണ് നമ്മുടെ ബിസിനസിന്റെ വാല്യുവേഷൻ. കാരണം എൻഡ് റിസൾട്ടാണ്. ആ വാല്യുവേഷന്റെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു ഇൻവെസ്റ്ററെ കൺവിൻസ് ചെയ്യുന്നതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പിച്ച്. അത് ഒരു പടത്തിന്റെ ടീസർ പോലെയാണ്. പക്ഷേ എല്ലാവരും ഈ ഇൻവെസ്റ്റ്മെന്റ് പിച്ചും കൊണ്ടാണ് ഒരു ഇൻവെസ്റ്റർ കാണാൻ പോകുക. ഈ കഥയൊന്നും ഉണ്ടാവില്ല. ചോദിക്കുന്ന സമയത്ത് അവൻ പോയ പോലെ തന്നെ തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അങ്ങനത്തെ ഒരു വിഷനോടുകൂടി യു ഹാവ് എ 45 million അല്ലെങ്കിൽ 55 million ഇൻ യുവർ മൈൻഡ്. അപ്പോൾ അതിന് എന്താണ് ആ വാല്യുവേഷൻ എന്ന സാധനത്തിന് ഇന്ന് തന്നെ യു നീഡ് ടു വർക്ക് ഓൺ. ഓക്കെ, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എത്ര ക്യാപിറ്റൽ വേണം, എന്തായിരിക്കണം അതിൻ്റെ റിസോഴ്സ്, എന്തൊക്കെയാണ്, എവിടെ നിന്ന് കിട്ടും, ഏതൊക്കെ ആരൊക്കെയാണ്. അല്ല, റിസോഴ്സിന് കിട്ടാൻ അത്ര ഈസി ഒന്നല്ല, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഓൾസോ. പിന്നെ പ്രോസസ്സ് എന്തായിരിക്കണം, കൺട്രോൾ എന്തായിരിക്കണം, അത് നമ്മളില്ലാതെ ആ ബിസിനസ് എങ്ങനെ നടത്താം എന്ന രീതിയിലുള്ള ഒരു ആംഗിളിലായിരിക്കും ഇൻവെസ്റ്റർ ചോദിക്കുന്നുണ്ടാവും. നമ്മൾ അതുമായിട്ട് എന്താ പറയുക, കെട്ടിപ്പിണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എടുത്ത് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ മാറി നിന്ന് ഇതിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുക. യു ഓൾവേസ് സീ യുവർ ബിസിനസ് ഫ്രം ഔട്ട്സൈഡ്. അത് ഞാൻ എപ്പോഴും കോൺസെപ്ച്വലി പറയുന്ന കാര്യമാണ്. അതായത് നമ്മൾ ആ ഒരു സ്റ്റേജിൽ എത്തുന്നവരെയുള്ള സ്കെൽറ്റൽ സിസ്റ്റം വി നീഡ് ടു ബി പ്ലാൻ ഇൻ അഡ്വാൻസ്. അതിനുശേഷം എക്സിക്യൂട്ട് ചെയ്യുക. കാരണം നമ്മൾ കൃത്യമായിട്ട് കുറച്ചും കൂടി പ്രിസൈസ് ആവും. ഒരു ഇൻവെസ്റ്റർ കാണുമ്പം നമ്മളിത് സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണ്, നമ്മളിതിൻ്റെ കൂടെ ട്രാവൽ ചെയ്താണ്. പിന്നെ എപ്പോഴും നമ്മൾ ഏത് പ്രൊജക്റ്റും കൊണ്ട് പോകുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിസിനസ്സിൽ അല്ലേ? ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇൻവെസ്റ്റർ ഇല്ലെങ്കിലും ഞാൻ ഇത് നടത്തും എന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡ്. കാരണം ഇൻവെസ്റ്റർ കണ്ടിട്ടുള്ള ഞാൻ ഈ പ്ലാൻ തുടങ്ങിയത്, അയാൾ ഇല്ലെങ്കിലും ഞാൻ നടത്തും. ആ ആറ്റിറ്റ്യൂഡും കോൺഫിഡൻസും നമുക്കുണ്ട്, ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റർ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യും.
ഇല്ല നമ്മൾ ഒരുപാട് എന്താ പറയുക ഇതില്ലാതെ സാറില്ലാതെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സീൻ മെനി പിച്ച് പ്രസന്റേഷൻ നമ്മൾ കണ്ടതാണ്. അപ്പം ബോഡി ലാംഗ്വേജ് ആൻഡ് യുവർ ആറ്റിറ്റ്യൂഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്ത ചോദ്യം, പ്രവീൺ ചോദിച്ച അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ UAE പോലത്തെ രാജ്യത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ചിലപ്പം ഇന്ത്യയിൽ നിന്നായിരിക്കാം, അല്ലെ വേറെ രാജ്യത്തായിരിക്കാം. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? സത്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ളത്. ഒരുപാട് പേര് മിസ് ചെയ്യുന്ന എലിമെന്റ് അത് തന്നെയാണ്. കാരണം നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ്സിലായിരിക്കും. പക്ഷെങ്കിൽ ഇതില് ഈ ഒരു രാജ്യത്ത് ബിസിനസ് ചെയ്യുമ്പം ഇവിടെ ഇപ്പം ഇൻകം ടാക്സ് ലോ വന്നു, വാറ്റ് ഉണ്ട്, ഓക്കെ, പിന്നെ അതേപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ് ആണ് ഞാൻ പറഞ്ഞ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ ഇവിടെ അപ്ലിക്കബിൾ ആണ്. അതേപോലെ ഇന്ത്യയിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് എന്ന് പറയുന്ന വേറൊരു നിയമമുണ്ട്. ഇവിടെയും എക്സ്ചേഞ്ച് കൺട്രോൾ റെഗുലേഷൻസ് കുറച്ച് അപ്ലിക്കബിൾ ആണ്. അപ്പം ഈവൻ പുറം രാജ്യങ്ങളിൽ വരുമ്പോഴും എക്സ്ചേഞ്ച് കൺട്രോൾ വരും. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ മിസ്സാവുന്നത് കമ്പനി ലോ, ഇൻകം ടാക്സ് ലോ, വാറ്റ്, ഈ പറയുന്ന നിയമങ്ങളിലാണ് നമ്മൾ ഈ ബിസിനസ് നടത്തുന്നത്, ഈ ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ ആണ്. ഇത് ആർക്കും അറിയില്ല എന്നതും കുറച്ചറിയാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു വിരോധാഭാസം. ഓക്കെ, അതിൽ ഫണ്ടമെൻ്റലി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു ഇന്ത്യൻ റെസിഡൻറ്റ്, നാട്ടിലത്തെ ഒരു റെസിഡൻറ്റ്, ദുബായിൽ ഒരു കമ്പനി ഉണ്ട്. ഒരുപാട് പേർക്ക് അങ്ങനെ കമ്പനി ഉണ്ട്. ജബലിലും ഫ്രീ സോണിലൊക്കെ ആൾക്കാർ കമ്പനി ബില്ലിങ്ങിന് വേണ്ടി മാത്രമായിട്ട് കമ്പനി ഫോം ചെയ്തിട്ട് ചിലപ്പോൾ നാട്ടിലായിരിക്കും ബിസിനസ് നടത്തുക. കാരണം ഇവിടെ 9% ടാക്സ് ഉള്ളൂ, നാട്ടിൽ 30% ടാക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ കോൺസെപ്റ്റിൽ ബിസിനസ് നടത്തുന്നവരെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്നത് പോയം, പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ്. ഒരുപാട് പേർക്ക് അറിയില്ല ഈ എന്താണ് പോയം. പോയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുബായ് കമ്പനി നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ആ കമ്പനിയെ ഇന്ത്യൻ കമ്പനിയായിട്ട് കണക്കാക്കും. പിന്നെ ആ കമ്പനി ഇന്ത്യയിലെ ടാക്സ് അടയ്ക്കേണ്ടി വരും. അതായത് എനി കമ്പനി, എനി ഫോറിൻ കമ്പനി വിറ്റ് ഇസ് കൺട്രോൾഡ് ബൈ ഇന്ത്യൻ റെസിഡന്റ്, ടെക്നിക്കലി ദാറ്റ് കമ്പനി ബിക്കം ഇന്ത്യൻ റെസിഡന്റ് കമ്പനി. ഇതാണ് പോയം എന്ന് പറയുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്, ആൾക്കാർക്ക് അറിയത്തില്ല. പിന്നെ വരുന്നതാണ് ട്രാൻസ്ഫർ പ്രൈസിങ്. ട്രാൻസ്ഫർ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പനിയും പറയുന്നത് രണ്ടുപേരുടെ ഓണർ ഒന്നായിരിക്കുമല്ലോ അല്ലേ, അതിനെ പറയുന്നതാണ് അസോസിയേറ്റഡ് എന്റർപ്രൈസ് എന്ന്. കോമൺ ഓണർ ആകുമ്പോൾ ആ ട്രാൻസാക്ഷൻ പറയുന്നത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ. ഈ ട്രാൻസാക്ഷൻ അങ്ങനെ നടത്തുന്നത് അതിനെ ട്രാൻസാക്ഷൻ നീഡ് ടു ബി അറ്റ് ആംസ് ലെങ്ത് പ്രൈസ് എന്നാണ് പറയുന്നത്. അതാണ് ട്രാൻസ്ഫർ പ്രൈസിങ്. ഇവിടെ UAEയിലും ട്രാൻസ്ഫർ പ്രൈസിങ് അപ്ലിക്കബിൾ ആണ്, ഇന്ത്യയിലും വളരെ സീരിയസ് ആയിട്ട് ട്രാൻസ്ഫർ പ്രൈസിങ് അപ്ലിക്കബിൾ. ഇന്ന് ഗ്ലോബലി ഒരുവിധ എല്ലാ രാജ്യങ്ങളിലും ട്രാൻസ്ഫർ പ്രൈസിങ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്ലിക്കബിൾ ആണ്. പിന്നെ അതേപോലെ ഫണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, അതെങ്ങനെ ഓവർസീസ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, പുറത്തുനിന്നുള്ള കാശ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആ ODA എന്ന് പറയുന്നത് അവിടെ RBIയിൽ നമ്മൾ കുറേ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതും ഒരുപാട് പേര് മിസ് ചെയ്യുന്ന ഒരു ബന്ധമുണ്ടാകും. അപ്പം എനിക്ക് ഈ പറയുന്ന ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സ്, നിങ്ങൾ UAEയിൽ മാത്രം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ നിയമങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇന്ത്യയും UAEയും തമ്മിൽ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇന്റർനാഷണൽ ടാക്സേഷൻ്റെ ആസ്പെക്ട്സ് അറിഞ്ഞിരിക്കണം, ഫെമയുടെ ആസ്പെക്ട്സ് അറിഞ്ഞിരിക്കണം, ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ ആസ്പെക്ട്സ് അറിഞ്ഞിരിക്കണം. നമ്മൾ ഇവിടുന്ന് കൊണ്ടുവന്ന പ്രോഫിറ്റ് പിന്നെ ഇതിങ്ങനെ ഡബിളി അവിടെ ടാക്സ് ആയെന്ന് അത് മനസ്സിലാക്കണം. ഈ ഒരു ആസ്പെക്ട്സ് സത്യം പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് കാര്യം. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഐ സ്ട്രോങ്ലി ബിലീവ് അതൊരു സീരിയസ് ആയിട്ട് തന്നെ ഒരുപാട് പേര് മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ദുബായിൽ. അതെ. സോ ഇൻ കൺക്ലൂഷൻ ദാറ്റ് നമ്മുടെ ഈ ഒരു ഓണ്ടർപ്രണർ ജേർണിയിൽ എപ്പോഴും ഒരു തേർഡ് പാർട്ടിയുടെ കൺസൾട്ടൻറ്റ്, ഐ മീൻ സ്പെഷ്യലൈസ് ചെയ്ത ഒരാളുടെ കൺസൾട്ടൻ്റെ ഉപദേശവും അവരുടെ സജഷൻസും ഒക്കെ എടുക്കുന്നത് നമ്മളുടെ ആ ഒരു ജേർണിക്ക് സ്പീഡ് കൂട്ടും. ആ സ്പീഡിൽ നമ്മളെ വീഴാതെ ഒരു ആക്സിഡൻറ്റ് പറ്റാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങളെപ്പോലെ എഫിഷ്യൻ്റായ ആൾക്കാർക്ക് നിങ്ങളുടെ സർവീസ് സൊസൈറ്റിക്ക് വേണം, എനിക്കും നമുക്കും വേണം. ദ പീപ്പിൾ ഹു നീഡ് യു ക്യാൻ കോൺടാക്ട് ക്യാപിറ്റെയർ. ഇനി തൊട്ട് ഇവിടെ കുറച്ചാൾ ദുബായ് ബേസ് ചെയ്തിട്ട് ഹീസ് ഗോയിങ് ടു സ്റ്റാർട്ട് ഹിസ് വെഞ്ചർ ഇൻ ദുബായ്. സോ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. So we wish you all the best for the successful journey and I am so happy to be spend some time with you. എനിക്കും പ്രവീണിനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പരിചയമുണ്ട്. മറ്റേ ഞാൻ പ്രവീൺ എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടി ഇങ്ങനെയൊക്കെ ബിസിനസ് നടത്തുന്നവർ കുറച്ചും കൂടി ഒരു പ്രായമുള്ള ഇത്രയും ചെറുപ്പക്കാരനാണെന്ന് എനിക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ആസ് ബീങ് എ യങ് ഓണ്ടർപ്രണർ വന്നിട്ട് യു ക്യാരി ലോട്ട് ഓഫ് പാഷൻ. ഈ ചെയ്യുന്ന സമയത്ത് ആ എനർജി, പാഷൻ, എന്തൂസിയാസം, ഇതിലൊക്കെ കൂടെ എനിക്കെപ്പോഴും പറയുന്നത് പറഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട certain ആസ്പെക്ട്സിൽ അത് നമ്മളതിനെ ഒരു ചിലവല്ലാതെ അതിനെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുക. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഒരു ബ്രാൻഡിങ് ആയാലും നമ്മുടെ മാർക്കറ്റിംഗ് ആയാലും നമ്മുടെ ലേണിംഗ് ആയാലും ഒരു ഓണ്ടർപ്രണറും പഠിക്കേണ്ട വളരെ ആവശ്യമാണ്. അത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ ദുബായിൽ UAEയിലുള്ള ബിസിനസ് ഓണ്ടർപ്രണേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഇവർക്ക് ഈ അവയർനെസ്സിൻ്റെ സെഷൻസ് കൊടുക്കുന്നത്. കാരണം ബിസിനസ് പഠിച്ച് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്യുമ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ട്. അല്ലാതെ നമ്മൾ ഇത് ഉറപ്പില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ മാക്കിംഗ് ഗ്രൂപ്പ് ഓൾസോ. താങ്ക് യു സോ മച്ച്.
ആൻഡ് ഫോർ ഓൾ ദ ഓണ്ടർപ്രണേഴ്സ്, പഠിച്ചുകൊണ്ടിരിക്കുക, അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു. താങ്ക് യു.